ശിവരേതസ് അഗ്നിദേവൻ ലോകാരക്ഷാർത്ഥം പാനം ചെയ്തു. പക്ഷേ അധികനാൾ ശിവതേജസ് താങ്ങുവാനുള്ള ശക്തി അഗ്നിദേവനുണ്ടായിരുന്നില്ല. അനുദിനം അഗ്നിയുടെ തേജസ് മങ്ങിപ്പോകുവാൻ തുടങ്ങി. അഗ്നിദേവൻ വിഷമത്തിലായി. ദേവകളെ, പ്രപഞ്ച രക്ഷാർത്ഥം ഞാൻ പാനം ചെയ്ത ശിവവീര്യം ഇന്നെൻ്റെ ശക്തിയെ തന്നെ കെടുത്തുകയാണ്. ഈ നില തുടരുകയാണെങ്കിൽ തേജസ് നഷ്ടപ്പെട്ട് ഞാൻ തീർത്തും ചൈതന്യമില്ലാത്തവനായി തീരും. എൻ്റെ രക്ഷയ്ക്കുള്ള ഉപാധി പറഞ്ഞാലും അഗ്നിദേവൻ അപേക്ഷിച്ചു. എന്നാൽ അഗ്നിദേവനെ രക്ഷിക്കുന്നതിന് ഒരു ഉപായം കണ്ടെത്തുവാൻ ദേവകൾക്കായില്ല. അവർ തങ്ങളുടെ നിസ്സഹായത വെളിപ്പെടുത്തുക തന്നെ ചെയ്തു. ഭഗവാൻ ഇക്കാര്യത്തിൽ ഒരു ഉപദേശം നൽകാൻ ഞങ്ങൾക്കാർക്കും സാധിക്കുന്നില്ല. ഭഗവാൻ ബ്രഹ്മദേവനെ അഭയം തേടുവാനും പറഞ്ഞു. ദുഃഖിതനും വിവശനുമായി തീർന്ന അഗ്നിദേവൻ ബ്രഹ്മലോകത്തേക്ക് യാത്രയായി. യാത്രാമധ്യേ അഗ്നിദേവൻ ഗംഗാദേവിയെ കണ്ടു. ദേവൻ ഗംഗാദേവിയോട് ഇങ്ങനെ പറഞ്ഞു: അല്ലയോ ദേവി, ഞാൻ ശിവരേതസ് വഹിക്കുന്നു. പക്ഷെ അനുദിനം വീര്യമേറുന്ന ശിവരേതസ് വഹിക്കുവാൻ ഞാൻ ഇന്ന് അപ്രാപ്തനാണ്. എനിക്കത് ഉപേക്ഷിക്കുവാനും സാധ്യമല്ല. ദേവിയുടെ മനോഗതി സുസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് അഗ്നിദേവൻ തുടർന്നു: ദേവി, ഞാൻ ഈ ശിവതേജസ് ഭൂമിയിലിടുന്ന പക്ഷം ഭൂമി ചാരമായി തീരും. ഭവതീ വീര്യം ഏറ്റുവാങ്ങുക. അവിടുന്ന് നെടുനാളായി ആഗ്രഹിക്കുന്ന പുത്രലാഭം ഉണ്ടാകുകയും ചെയ്യും. പുത്രലാഭം എന്ന പദം ഗംഗാദേവിയെ ആകർഷിച്ചു. അവർ സസന്തോഷം ശിവതേജസ് സ്വീകരിച്ചു. പക്ഷെ ശിവതേജസ് വഹിക്കുക അത്ര എളുപ്പമായ കാര്യമല്ലെന്ന് ഗംഗാനദിക്ക് അധികം താമസിയാതെ മനസ്സിലായി. ശിവവീര്യം ഒരു ഭാരമായി ഗംഗയ്ക്ക് മാറി. ഗംഗാദേവി അഭയത്തിനായി ബ്രഹ്മദേവന്റെ അടുത്തെത്തി. ദിവ്യഗർഭത്തിന്റെ ലക്ഷണം മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ ആശ്ചര്യപ്പെട്ടുപോയി. അദ്ദേഹം ദേവിയോട് അന്വേഷിച്ചു: ദേവി, നിനക്ക് ആരിൽ നിന്നുമാണ് ഈ ഗർഭമുണ്ടായത്? ദേവി എല്ലാ വിവരങ്ങളും ബ്രഹ്മദേവനെ അറിയിച്ചു. ഗംഗാദേവി, നീ 5000 കൊല്ലങ്ങളായി ശിവതേജസ് വഹിക്കുന്നു. ഇനിയും നിനക്കിത് വഹിക്കുവാൻ കഴിയുകയില്ല. അതിനെ ശ്രവിക്കുന്ന പക്ഷം നിന്നിലെ ജലം മുഴുവൻ വറ്റിപ്പോകുന്നതായിരിക്കും. ഗംഗ ഭയന്നുപോയി. പ്രഭു, അവിടുന്ന് എന്നെ ആ ആപത്തിൽ നിന്ന് രക്ഷിച്ചാൽ, അവൾ അഭ്യർത്ഥിച്ചു. ബ്രഹ്മദേവൻ ആലോചനയിൽ മുഴുകി. അല്പനേരത്തെ ചിന്തയ്ക്ക് ശേഷം അദ്ദേഹം ഗംഗയെ ഉപദേശിച്ചു: ദേവി, നീ ഉദയപർവ്വതത്തിലേക്ക് പോകുക. അവിടെ 100 കോടി വിസ്താരമുള്ളതും തണൽപ്പുല്ല് വളർന്നു കിടക്കുന്നതുമായ ഒരു വനം കാണാം. അവിടെ നീ ഈ രഥസ് നിക്ഷേപിക്കുക. 10000 കൊല്ലം കഴിയുമ്പോൾ അതിലൊരു ആൺകുട്ടി ഉണ്ടാവും. ഇതനുസരിച്ച് ഗംഗാദേവി ഉദയാദ്രിയിൽ ചെന്ന് ഗർഭത്തെ അവിടെ നിക്ഷേപിച്ചു. ശിവതേജസ്സിനാൽ ആ കാട്ടിലെ സകല വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും സുവർണമായി മാറി. സവിശേഷമായ ഒരു ചൈതന്യം വനത്തിലെമ്പാടും കളിയാടി. 10000 വർഷം കഴിഞ്ഞപ്പോൾ ഉദയസൂര്യന്റെ തേജസ്സുള്ള ഒരു ആൺകുട്ടി ശരവണവനത്തിൽ ജനിച്ചു. ജനിച്ച മാത്രയിൽ തന്നെ കരഞ്ഞ ശിശുവിന്റെ നാദം കേട്ട് മേഘഗർജനങ്ങൾ പോലും നാണിച്ചുപോയി. ഈ സമയം ശരവണത്തിലുണ്ട് സഞ്ചരിക്കുകയായിരുന്ന 6 ദിവ്യ കൃത്തികതിമാർ ആ കരച്ചിൽ കേട്ട സ്ഥലത്തേക്ക് പോയി. കൊടും വനത്തിൽ കൈകാലുകളിട്ടിളക്കുന്ന ഒരു ഓമന പൈതൽ. കൃത്തികമാർ കുഞ്ഞിനെ വാരിയെടുത്ത് മാറോടണച്ച് സുബ്രഹ്മണ്യൻ എന്ന് വിളിച്ചു. ശിശുവാകട്ടെ ഈ സമയം മുല കുടിക്കുവാനുള്ള ആഗ്രഹത്താൽ കൃത്തികമാരെ മാറി മാറി നോക്കുവാൻ തുടങ്ങി. തൽക്ഷണം അവൻ 6 മുഖങ്ങൾ ഉത്ഭവിച്ചു. കൃത്തികമാർ കുഞ്ഞിനെ എടുത്ത് മുല കൊടുത്തു. ആ 6 മാതാക്കളുടെയും മുല കുടിച്ച് വളർന്ന ശിശുവിന് കാർത്തികേയൻ എന്ന പേരും ലഭിച്ചു. അടുത്തത് കാർത്തികേയനെ സംബന്ധിച്ചുണ്ടായ അവകാശ തർക്കത്തിന്റെ കഥയാണ്. തുടരും.